മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ച നാളെ ദില്ലിയിൽ ആശാവർക്കർമാരുടെ വിഷയമടക്കം ചർച്ചയായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജോയ്സ് ഡാനിയൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജോയ്സ് ഡാനിയൽ, മുഖ്യമന്ത്രി നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ചയിൽ ആശാവർക്കർമാരുടെ വിഷയങ്ങളടക്കം ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടോ? ഒപ്പം ഈ ചൂരൽമല മുണ്ടക്കൈ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ കൊടുത്ത പണം മാർച്ച് 31 മുമ്പ് ചെലവഴിക്കണം എന്ന് പറയുന്നതിൽ ഒരു സമയം നീട്ടിച്ചോദിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതടക്കം ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയാകുമല്ലേ? അങ്ങനെ തന്നെയാണ് അരുൺകുമാർ. നാളെ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ച നടത്തുന്നു. ദില്ലിയിലെ കേരള ഹൗസിലായിരിക്കും ഈ കൂടിക്കാഴ്ച എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. ആശാ വർക്കർമാരുടെ വിഷയം അടക്കം ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു യോഗം നടക്കുക എന്നുള്ളതാണ് പ്രധാനമായും ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് വയനാട് പാക്കേജ് അടക്കമുള്ള കേരളത്തിന്റെ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ കൃത്യമായി ധനമന്ത്രിക്ക് മുന്നിൽ ഉന്നയിക്കാനാണ് ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നതാണ് കരുതുന്നത്. എന്തായാലും കേരളത്തിന്റെ ധനകാര്യവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അത് കേന്ദ്രത്തിന് മുന്നിൽ ഇതിനു മുൻപിൽ സമർപ്പിച്ചിരുന്നെങ്കിൽ പോലും അനുകൂലമായ തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് വയനാട് പാക്കേജ് അടക്കമുള്ള ആവശ്യങ്ങൾ, അതിൽ കേന്ദ്രം അനുവദിച്ച തുക അതിന് കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണമെന്നുള്ള ആവശ്യങ്ങൾ അടക്കം ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും അതിന് അനുകൂല തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയും നേരിട്ട് നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ചില വിട്ടുവീഴ്ചകളിലേക്ക് പോയേക്കാം എന്നൊരു റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും കേരളത്തിന്റെ ആവശ്യം അത് കൃത്യമായി നാളെ കേന്ദ്ര ധനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് കേരളം തയ്യാറെടുക്കുന്നത്. രാവിലെ ഈ പ്രഭാത ഭക്ഷണത്തിന് ശേഷമുള്ള കൂടിക്കാഴ്ചയിലായിരിക്കും ഈ ഒരു ചർച്ച കൃത്യമായി നടക്കുക. അതിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ കൃത്യമായി ഉന്നയിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി ദില്ലിയിലുള്ള കെ.വി. തോമസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സൂചന നൽകിയിരുന്നു. മുഖ്യമന്ത്രി എത്തുന്ന സമയത്ത് ഒരു ചർച്ചയിലേക്ക് പോയേക്കും എന്ന സൂചനകൾ നൽകിയിരുന്നു. അതാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്. എന്തായാലും നാളെ ദില്ലിയിലെ കേരള ഹൗസിൽ വെച്ചിട്ടാണ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. ഇതിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ, വയനാട് പാക്കേജ്, ആശാസമരം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഉന്നയിക്കുമെന്നാണ് ഇപ്പോൾ പ്രാരംഭഘട്ടത്തിൽ നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നാളെ രാവിലെയാണ് ഈ ഒരു ചർച്ച നടക്കുന്നത്. ജോയ്സ് ഡാനിയലാണ് വിവരങ്ങൾ നൽകിയത്.